ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല അടിപൊളി വെയിലാണ്. എന്നും ഇത് തന്നെയാണ് അവസ്ഥ. ഞങ്ങൾ ഇന്ന് ഇവിടെ തിണ്ണയൊക്കെ എനിക്കൊന്ന് കഴുകണം. അതുപോലെ പോർച്ചൊക്കെ അപ്പടി വൃത്തിയായിട്ട് കിടക്കും. ഇന്നലെ വണ്ടി ഇതിനകത്തിട്ട് കഴുകിയത്. അപ്പോൾ പോർച്ചൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. സ്റ്റാൻഡിലോട്ട് ചെരുപ്പൊക്കെ ഇവിടെ കിടക്കുന്നൊക്കെ അടുക്കി വെക്കണം. മുറ്റം തൂക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ നടക്കുകയില്ല. ഈ വെയിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് വാടി തളരും തൂക്കാണ്ടിറങ്ങിയ. നാളെ മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് തൂത്തിട്ടേച്ച് ഇപ്പോൾ രാവിലെ ഞാൻ കഴുകിടാൻ കണ്ടല്ലോ, ഈ വെയിലത്തങ്ങ് ഉണങ്ങിക്കിട്ടും. അപ്പോൾ രാവിലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീഡിയോയിലൂടെ കാണിക്കാതെ. വീഡിയോ എടുക്കാനും കൂടെ നിന്ന സമയം പോകും. തിണ്ണയൊക്കെ കഴുകി എല്ലാം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടി കേട്ടോ. ഈ പോർച്ച് എന്ന് കഴിയാലും ഒരു വീഴ്ചയുള്ളത്, പക്ഷേ ഇന്ന് വീണില്ല. എല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇനി എല്ലാം ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം എടുത്തങ്ങോട്ട് വെക്കാനായിട്ട്. വെയിലെന്ന് പറഞ്ഞാൽ ഡമേ കട്ട വെയില. രാവിലത്തെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം ഒന്ന് തുടച്ചും കഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ പകുതി ഒരു സമാധാനമാണ്. ഒരുത്തം വന്നിരിക്കുന്നുണ്ട് അടുക്കളയെ, ഫോണും കൊണ്ട് വന്നിരിക്കുക. പിന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചി പറഞ്ഞു അടുക്കളയിലെ പണിയെല്ലാം നിർത്തിച്ച് ജീന ഓടിച്ചെന്നാണ്, ചാരപ്പണിക്ക് ഓടിച്ചെന്നാണ്. അയ്യോ, ഈ പിള്ളേരൊന്നും പറയത്തില്ല ചേച്ചി. ഈ ചെറുക്കൻ പ്രത്യേകിച്ചുണ്ടല്ലോ, അവളോട് എല്ലാ കാര്യങ്ങളും പറയാം. അച്ഛൻ്റെ അടുത്തെ ആ പൊട്ടിയാണെങ്കിൽ കണ്ടല്ലോ, അത് മൊത്തം നേരം വിളിക്കുമ്പോൾ എന്നോട് പറയും. എന്നാലും നീ എന്നോട് പറയാറില്ലല്ലോ. ഇവന്റെ രഹസ്യം മുഴുവൻ ഞാൻ അറിയിട്ട് ഞാനതിന്റെ ആരോടും പറയത്തില്ല. അവളെല്ലാവരും നമ്മൾ പറയുകയും ചെയ്യും. പിന്നെ അച്ഛനോട് പറയാതെ പിന്നെ ഒരു രസമില്ല. അവൾ എന്നെ അച്ഛനോട് പറയുന്നില്ല, നിന്റെ കാര്യങ്ങൾ മൊത്തം അവൾ അച്ഛനോട് പറയുന്നില്ല. ആര് പറഞ്ഞു? അച്ഛനോട് ചോദിക്കണേ. ഞാൻ എന്നാലും പറയുകയും ചെയ്തു. അവന്റെ കൂടെ നിന്ന് എല്ലാം അറിഞ്ഞിട്ടുള്ള ഭയങ്കര സാധനമാണല്ലോ. മോനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കല്ല. ഗീതാഞ്ജിയുടെ കമന്റ് ഒക്കെ കണ്ടു കേട്ടോ. ഗീത ചേച്ചി ഇടുന്ന കമന്റ് ഒക്കെ വായിച്ച് ചിരിക്കാനേ എനിക്ക് നേരമുള്ളൂ. പിന്നെ എല്ലാരും പറഞ്ഞായിരുന്നു വിഷുവിന്റെ സെറ്റിന്റെ ഒക്കെ കാര്യം കേട്ടോ, നല്ലതായിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഇനി എന്നതാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്ന് ചോദിച്ചാല്, ഞാൻ ഇച്ചിരി സാമ്പാർ വെക്കാൻ തുടങ്ങണ്ട. ഞങ്ങൾ തന്നെയുള്ളൂ, നെയ്തും ചേട്ടനില്ലൂടെ, ഞങ്ങൾ തന്നെയുള്ളൂ. ഇച്ചിരി സാമ്പാർ വെക്കാൻ നോർത്തു. ഇവിടെ കണ്ണമ്മൂന് സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ കഴിച്ച് സാമ്പാർ വെച്ചാൽ ഇത് ഇന്നത്തേക്ക് വെച്ചാൽ നാളത്തേനും കൂടെ എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. നാളെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. എന്നാ ചൂടല്ലേ, വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ മേല. മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ല. കാറ്റാണോ? വെളി നല്ല കാറ്റ് കേട്ടോ. ആ, കാറ്റിന്റെ സൗണ്ടാ കേൾക്കുന്നത്. ഇതിലൂടെ ചിലപ്പോ കേൾക്കുന്ന ഈ ഫാനിന്റെ സൗണ്ട് ആയിരിക്കും കേട്ടോ. വെളി കാറ്റിന്റെ നല്ല സൗണ്ട് ഉണ്ട്. എല്ലാവരും മുഴുവൻ പാടാൻ പറയുന്ന പാട്ട്, പക്ഷെ ഇനി ഉണ്ടല്ലോ നീ, എനിക്ക് ഒറ്റപ്പാട്ട് മുഴുവൻ അറിയത്തില്ല. നീ അതാണ് കുഴപ്പം കേട്ടോ. ഒറ്റപ്പാട്ടും എനിക്കറിയത്തില്ല മുഴുവനും. എല്ലാ പാട്ടിന്റെ ആദ്യം കുറച്ചൊന്ന് കേട്ടിങ്ങനെ പഠിക്കും, അതേ ഉള്ളൂ. പിന്നെ ബാക്കി പാടാൻ അറിയില്ല. നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ അല്ലേ. ഇപ്പോഴത്തെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പാട്ടൊക്കെ എന്നാ രസമൊക്കെ. ആ, പിന്നെ ഇപ്പോഴത്തെ പാട്ട് ഒരർത്ഥം ഇല്ലാത്ത കുറെ പാട്ട്. ഇപ്പോഴത്തെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യർക്കൊക്കെ അത് ഇരുന്ന് കേട്ടുപോകും. അതുപോലത്തെ പാട്ടൊക്കെ ആയിരുന്നു.
എവിടെ ചുമ്മാ അങ്ങനെ അമരപ്പയർ എനിക്ക് തള്ളുന്നത്. എനിക്ക് അമരപ്പയർ ഭയങ്കര ഇഷ്ടം. സാമ്പാർ നമ്മുടെ കിളിക്കൂട്ടിലെ കിളിക്കുഞ്ഞൊക്കെ വിരിഞ്ഞു കേട്ടോ. ഒരു കുഞ്ഞു വിരിഞ്ഞു. ഇന്നിപ്പോൾ ഒരെണ്ണം കൂടെ വിരിഞ്ഞ് കാണുമായിരിക്കും. ഇന്നലെ കണ്ടത് ഒരെണ്ണം വിരിഞ്ഞു. നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചെറുക്കൻ കയറി ഇരിക്കുന്നുണ്ട് ഒരു സഹായം ചെയ്യാതെ. ഫസ്റ്റ് ഇത് ഓണാക്കുമ്പോൾ കറണ്ട് പോകും കേട്ടോ. ഇത്രയും നേരം കറണ്ട് ഉണ്ട്. കറണ്ട് വരികയും പോവുകയും ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് കണ്ണനൊക്കെ അന്ധകാരത്തിൽ ഇരിക്കുന്നത്. കറണ്ട് അങ്ങോട്ട് നല്ല ആവിയ. ഞാൻ ഫാൻ ഓഫ് ചെയ്തോ ഇടണ്ട, തീ അണഞ്ഞു പോകും. ഞാൻ സാമ്പാറിനുള്ള കഷ്ണം എല്ലാം അടുപ്പേ വെച്ചു. ഇനി അതിനകത്തൊരു അരപ്പും ചേർത്ത് പൊടിയാണ് ചേർക്കുന്നത്. പൊടിയും ചേർത്ത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പും അടിച്ച് ഒരു ബിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ റെഡിയാകും. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നൊന്നും ഇല്ലെന്നേ. അതാ പിന്നെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇന്നലത്തെ മോരുകറി കുറച്ച് ഇരിപ്പുണ്ട്. മോരുകറി സാമ്പാറും പിന്നെ മീൻ വറുത്തതും എടുക്കാമെന്ന് വിചാരിച്ചു. ഈ മെഴുക്കോട്ട് വെച്ചാൽ ഇവരാരും കൂട്ടുകയല്ല. പിന്നെ എനിക്ക് മാത്രമായിട്ട് വെക്കാനായിട്ട് താല്പര്യമില്ല. നമുക്ക് എന്തോരം പണി കുറഞ്ഞിരുന്ന അത്രയും നമുക്ക് സന്തോഷമല്ലേ. എന്റെ പൊന്നിയാണ് നിന്റെ പെണ്ണി വരെ നീണ്ട അതിനകത്ത് നോക്കിയിരുന്നു കേട്ടോ. എന്നോട് എല്ലാവരും പറഞ്ഞില്ലേ ഇവർക്ക് ഫോണോ ടി വി ഒക്കെ കൊടുക്കണമെന്ന്. കൊടുക്കാൻ തുടങ്ങിയപ്പോ പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയല്ലേ. 24 മണിക്കൂർ അതിനകത്ത് തന്നെയാണ്. ഇപ്പൊ എടുത്തേ ഉള്ളൂ. ട്യൂഷനായിട്ട് എപ്പോ വന്നാ നീ? പിന്നെ അപ്പൊ ഇനിയിപ്പോ ഇത് അടച്ചെല്ലാം വെച്ച് ഇത് വേഗട്ടെ. എന്ന് വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാം. കുക്കിങ്ങിലൊന്നും എടുക്കാനില്ലെന്നേ. ബാടാ നമുക്ക് പോയി വേറെ വല്ല വീഡിയോ ഒക്കെ എടുക്കാം. അച്ചു കറണ്ട് ഇല്ല. ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പം തൊട്ട് ഇടങ്കേട് തുടങ്ങി. എന്നടിയുടെ പരിപാടി എന്നതിനടി അവനോട് എടുക്കട്ടെ. എടാ കണ്ണാ നീ ആ ഫോണിൽ നിന്ന് കണ്ണെടുക്കുവോ? ചാകട്ടെ. ഈ ചത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ പോവല്ലേ. കളഞ്ഞേര് വേണ്ട മോനെ, നമുക്ക് വേണ്ട. ചത്ത് ഒന്നും വേണ്ട, നമുക്ക് ഉപേക്ഷിച്ചേരടാ. കാലും ഒക്കെ എടുത്ത് വെച്ചിരിക്കും. അവന് വീഡിയോ അല്ല ഗെയിം കളിക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് നോക്കി കാല് വരെ മേളി വന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ സെറ്റിയുടെ മണ്ടയ്ക്കോട്ടാവും. ഇച്ചിരി കഴിയുമ്പോൾ അവിടെ കിടക്കും. കിടന്നേച്ച് പിന്നെ കാല് അതിന്റെ മണ്ടയ്ക്കോട്ടാവും. ഒന്നിനുമല്ലാതെ എന്തിനു തോന്നി കൃമികടി രണ്ടിനുണ്ട്. ഒന്നിനുമല്ലാതെ എന്തിനു തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. രാഗമായി അത് താളമായി നീ എൻ്റെ അച്ചൂനെ അല്ലട്ടോ കണ്ണമോനെ ഉദ്ദേശിച്ച് പാടുന്ന. നീ എൻ്റെ ആത്മാവി തോന്നല്ലേ. ആദ്യം ഇട്ട മുട്ടയാണ് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തു ഇത്രയും ദിവസമായിട്ട് ഈ ഇതൊന്നും വിരിയാത്തന്ന്. കണ്ടു അയ്യോ ഇച്ചിരിയേ ഉള്ളടാ പാവം. അയ്യോ കഷ്ടമേ. എടാ ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കടാ. രാത്രി മഴ പെയ്താൽ നിങ്ങൾ നനയാതിരിക്കാനായിട്ട്. മാറ്റിയൊരു പാവമുണ്ട്. അതിൻ്റെ അമ്മ വന്നിരിക്കട്ടെ. ഇതാണ് അതിൻ്റെ അമ്മക്കിളി. തലൊരു തൊപ്പിയൊക്കെ കണ്ടു, അങ്ങനത്തെ ഒരു കിളി. സാമ്പാർ എല്ലാം റെഡിയായി കേട്ടോ. ഇനി അതിലേക്ക് കടുവും കൂടെ വറുത്ത് ചേർത്താൽ മതി. ഞാൻ
കടുക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്വന്തം കടുക് അതിനകത്ത് ഇച്ചിരി പൊട്ടും പൊടിയൊക്കെ ഉണ്ട്, അതിൻ്റെ ആ നാരും ഇതൊക്കെ നല്ലപോലെ പേറ്റ് എടുത്തിരുന്ന് ശരിയായിരുന്നേ. കടുകും കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറാണ് കേട്ടോ. പിന്നെ മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ചോറ് കൊടുക്കും. ഞാനും ഇല്ല കഴിക്കാണ്ട്, ഞാനും കാണാൻ മാത്രമേ ഉള്ളൂ. അച്ഛന് വിശപ്പില്ലാന്ന് പറഞ്ഞിരിപ്പുണ്ട്. അവൾ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അവർക്ക് വിശപ്പില്ല. പിന്നെ കണ്ണൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. മോരുകറി, മീൻ വറുത്തത്, സാമ്പാർ, അത്രയൊക്കെ അവൻ കഴിക്കുള്ളൂ. അപ്പം ഇതിന് കടുക് കൂടെ വറുത്ത് കഴിഞ്ഞാൽ മീൻ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്, ജോലികൾ ഒരുപാട് കാണും ചെയ്യാനായിട്ട്, പക്ഷെ ഒന്നും ചെയ്യാനുള്ള മൂഡ് കാണത്തില്ല, മടി പിടിച്ചിരിക്കും. അതുകൊണ്ടുണ്ടല്ലോ ജോലികൾ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഇഷ്ടംപോലെ ജോലിയുണ്ട് ചെയ്യാൻ. ജോലി ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്, പക്ഷെ ഭയങ്കര മടിയില്ല. എന്നാ ഒരു രസമില്ലേ? അപ്പം നമ്മുടെ മീനും വറുത്ത് സാമ്പാറിന് കടുകുകൾ വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണേ. ചെറിയ വീഡിയോ ഒക്കെ ആയിരിക്കും, ഒരുപാട് ദൂരം പിന്നെ എന്തെങ്കിലുമൊക്കെ ദിവസം ഇടണ്ടേ, അതുകൊണ്ട് എങ്ങനെ തന്നേ ഉള്ളൂ. നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്നെ അതിലേക്ക് മടി പിടിച്ചിരിക്കും ഓരോ ദിവസവും. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ. നമ്മുടെ കടുക് സാമ്പാറിന് കടുക് തളിക്കാനും കൂടെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ് കണ്ണിന് വിശക്കുന്നെന്ന് പറഞ്ഞു. അവന് സാമ്പാറൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് ചോറുണ്ടോളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയിട്ടോ. സാമ്പാറോടെ കാണിക്കവേ വേണ്ട. ഇത് നാളത്തേനും കൂടെ ഉള്ള സാമ്പാർ കേട്ടോ. നാളെ രാവിലെ ദോശ ഇഡലി എന്നാണെങ്കിലും അതിനും കൂടെ എടുക്കാൻ നോക്കാനാണ് ഇത്രയും വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാമേ.